ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? പ്രതിഭയ്ക്ക് അവളുടെ അമ്മയെ കാണാൻ പോയിക്കൂടെ? പോയിക്കോട്ടെ നല്ലടി ഞാനും പറഞ്ഞേ. പക്ഷേ അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ആരും മറക്കരുത്. ആ പ്രഭാവതിക്ക് വല്ല പകർച്ചവ്യാധിയാണോന്ന് ആരറിഞ്ഞു? 3 മാസം തികയാത്ത ഗർഭം തുമ്മിയെ തെറിക്കുന്ന മൂക്ക് പോലെയാ. പ്രതിഭയ്ക്ക് വല്ല അസുഖവും ബാധിച്ചാ അതോടെ തീരുവല്ല. എന്റെ അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സത്യേട്ടനെ പേടിപ്പിക്കില്ലേ? പകർച്ചവ്യാധി വല്ലതും ആണെങ്കിൽ പ്രതിഭയോട് അങ്ങോട്ട് ചെല്ലാൻ പറയൂ. ഞാനും കൂടി പോകുന്നുണ്ടല്ലോ. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ പ്രതിഭ അവിടെ നിർത്തും. അമ്മയ്ക്ക് പറ്റുമെങ്കിൽ അമ്മയും കൂടി ഞങ്ങളോടൊപ്പം വാ. അയ്യോ, ഞാൻ വരുന്നില്ലേ? നിന്റെ ഭാര്യയുടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന കാര്യം നീ പറഞ്ഞിട്ടാ ഞാൻ അറിയുന്നത്, അല്ലാതെ വേറെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവളുടെ കൂടെ നീ തന്നെ അങ്ങ് പോയാ മതി. ഈ അമ്മയ്ക്ക് പോര് പിടിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണം. ഏട്ടത്തിയോട് ഇപ്പം ഒന്നും നടക്കില്ലല്ലോ. ഏട്ടത്തി വന്ന ശേഷം പ്രതിഭയുടെ അമ്മയ്ക്ക് താല്പര്യവും കുറവാ. ഏട്ടൻ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാ. എല്ലാത്തിനും ഏട്ടത്തിയെ സപ്പോർട്ട് ചെയ്യുമ്പോ അതിന്റെ ഒരു കോട്ടം സത്യേട്ടന് സംഭവിക്കുന്നുണ്ട്. എന്ത് കോട്ടം? നമ്മുടെ അമ്മ ഏടത്തി അംഗീകരിക്കുന്നതിന്റെ പേരില് എനിക്ക് എന്ത് നഷ്ടം ഉണ്ടായാലും ഞാൻ അത് സഹിക്കും. ഈ കുടുംബത്തിൽ വെച്ച് നമ്മുടെ അമ്മ കാരണം ഏടത്തി അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട്. അമ്മയും ഏടത്തിയും ഈ വീട്ടിൽ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി പ്രതിഭയും കൂട്ടി ഇവിടുന്ന് മാറേണ്ടി വന്നാ ഞാൻ അതും ചെയ്യും. മഞ്ചാടി, നീ എന്താ ഇപ്പോഴേ റെഡിയാവുന്നേ? അച്ഛൻ വന്ന ശേഷം കോളേജിൽ പോകുന്നല്ലേ പറഞ്ഞ? കോളേജിൽ എന്നിട്ട് പോകൂ. ഇപ്പൊ റെഡിയാവുന്നത് അച്ഛന്റെ കൂടെ പോവാനാ. അച്ഛന്റെ കൂടെ പോവാനോ? എങ്ങോട്ടേക്ക്? അതറിയില്ല. അച്ഛൻ എന്നെ വിളിച്ച് റെഡിയായി നിൽക്കാൻ പറഞ്ഞു. വന്നോടനെ പോണോത്ര. എവിടെ പോവാനായിരിക്കും? ജീവൻ രാജന്റെ കാര്യത്തില് ഗോകുൽ എന്താ കളിച്ചോന്നല്ലേ നീ വിശ്വസിക്കുന്നെ? ചിലപ്പോ ആ തെറ്റിദ്ധാരണ മാറ്റാൻ നിന്നെയും കൂട്ടി അച്ഛൻ പോകുന്നത് സച്ചി സാറിന്റെ വീട്ടിലേക്കായിരിക്കും. അവിടെ പോയിട്ടെന്താ? അവിടെ എല്ലാവരും ഗോകുലിന് അനുകൂലമായിട്ടല്ലേ പറയും. അതെന്തായാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. അത് അച്ഛൻ അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. അച്ഛൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിന്നെയും ഗോകുലിനെ ഒരുമിച്ചിരുത്തി സംസാരിക്കാനാവും. ഗോകുലിനെ കുറിച്ചുള്ള നിന്റെ സംശയങ്ങൾക്ക് അവനാണല്ലോ കൃത്യമായ ഉത്തരം നൽകാൻ കഴിയുക. അവൻ തെളിവ് സഹിതം അവന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയ നിന്റെ മനസ്സിലെ തെറ്റിദ്ധാരണ മാറില്ലേ മഞ്ചാടി? എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനൊന്നും അയാൾക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ചോദിച്ചു നോക്കിയാലല്ലേ അറിയൂ. അച്ഛന്റെ കൂടെ പോയി ഗോകുലുമായി സംസാരിക്കാൻ നീ തയ്യാറാണോ? ഞാൻ എന്തിനാ അതിന് മടിക്കുന്നെ? ജീവൻ എന്ത് സംഭവിച്ചു എന്ന് അറിയേണ്ടത് എന്റെ ആവശ്യമല്ലേ? അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും മഞ്ചാടി തയ്യാറാ. എല്ലാരും പറയുന്ന പോലെ ജീവൻ രാജ് ഒരു മയക്കുമരുന്ന് ശൃംഖലയുടെ കണ്ണിയാണെന്ന് ബോധ്യപ്പെട്ട നീ എന്ത് ചെയ്യും? അങ്ങനെ ബോധ്യപ്പെടുത്താനാവും എല്ലാരും ശ്രമിക്കുന്നതെന്ന് എനിക്കറിയാം. സത്യതാണെങ്കിൽ ഉൾക്കൊണ്ടേ പറ്റൂന്ന് എനിക്കറിയാം. പക്ഷെ ജീവനെ ഒരിക്കൽ കൂടി നേരിൽ കണ്ട് സംസാരിക്കാതെ
എനിക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയില്ല. അവൻ തെറ്റുകാരനാണെന്ന് കണ്ട് കോടതി ശിക്ഷിക്കുന്നവരെ ജീവൻ എന്റെ മനസ്സിൽ എപ്പോഴും അതേ സ്ഥാനം തന്നെയായിരിക്കും. അത് തിരുത്താൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. മോളെ, അച്ഛൻ നിന്നോട് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞത് എവിടെ പോകാനാണെന്ന് നമുക്കറിയില്ല. സച്ചി സാറിന്റെ വീട്ടിലേക്കായിരിക്കും എന്നുള്ളതൊരു ഊഹം മാത്രം. എവിടേക്കായിരുന്നാലും എന്തിനായിരുന്നാലും അച്ഛൻ നിന്നെ കൊണ്ടുപോകുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കുന്നു മാത്രം നീ കരുത്. ആ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. സത്യൻ പ്രതിഭയായിട്ട് അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുക. പ്രഭാവതി ആന്റിയെ ഇന്ന് ചിലപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയേക്കും. എന്താ അവർക്ക് പറ്റിയേ? അന്നിവിടെ വന്നപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ സുധനങ്ങൾ വല്ലാതെ ക്ഷീണിച്ചായിട്ട് എനിക്ക് തോന്നിയ. ആന്റിക്ക് BP ഒക്കെ ഉള്ളതാ. ഇന്നലെ ക്ഷീണം തോന്നിയിട്ടാ ഡോക്ടർ കാണിച്ചത് തന്നെ. ഇന്ന് പോയി ECG എടുത്തപ്പോ അതിലെന്തോ വേരിയേഷൻ ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. ഓ, അങ്ങനെയാണോ? അപ്പോ ഒന്ന് പോയി നോക്കണമല്ലോ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്ദ്രേട്ടൻ കുറച്ചു കഴിയുമ്പോ സത്യനെ വിളിച്ചൊന്ന് അന്വേഷിക്ക്. അഡ്മിറ്റ് ആണെങ്കിൽ ഷോപ്പിൽ അധികം തിരക്കില്ലാത്തപ്പോ ഇന്ദ്രേട്ടനൊന്ന് പോയാ മതി. അപ്പൊ നീ വരുന്നില്ലേ? ആ, നമുക്കൊരുമിച്ച് പിന്നീട് പോവാം. പ്രതിഭയും സത്യനും അങ്ങോട്ട് പോയതുപോലും അമ്മയ്ക്ക് ഇഷ്ടായിട്ടില്ല. ആദ്യം അമ്മയല്ലേ വിവരങ്ങൾ അന്വേഷിക്കാൻ പോണ്ടത്. ആന്റിക്ക് വയ്യാതായ കാര്യം സുധനങ്ങള് അമ്മയെ വിളിച്ച് പറഞ്ഞില്ലത്രേ. ഇതൊക്കെ ഒരു കാരണാണോ? അമ്മയോട് പോയി നോക്കാൻ ഇനി ഞാൻ പറയണോ? അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലൊന്ന് പറഞ്ഞേക്ക്. അല്ലെങ്കിൽ വേണ്ട അനു, ഞാൻ പറഞ്ഞാലേ എടുത്തടിച്ച പോലെ അമ്മ പറ്റില്ല എന്ന് പറയും. നീ ആവുമ്പോ അത് കുഴപ്പമില്ല. നീ സംസാരിച്ചു നോക്ക്, ചിലപ്പോ അതിൽ വീടും. ദേ, നിന്റെ വാക്കിനെ അമ്മ പഴയതുപോലെ തള്ളിക്കളയാൻ ഇടയില്ല. ശരി, ഞാൻ പറഞ്ഞോളാം. ആ, അല്ല, അമ്മയെ പ്രതിഭയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ വന്നതിന് ശേഷം അമ്മ ഇളയ മരുമകളെ അവഗണിക്കുന്നു എന്നൊരു തോന്നല് അവർക്കുണ്ടാവാനിടയുണ്ട്. അല്ലെങ്കിൽ തന്നെ എന്നെ മറയാക്കി അമ്മ പ്രതിഭയെ ഇവിടുന്ന് ഒഴിവാക്കുന്നൊരു സംശയം എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് സൂക്ഷിക്കണോ? പ്രതിഭ ഒരു പാവാ. അവൾ ഒരു കാരണവശാലും ഈ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടരുത്. അത് നമ്മുടെ കൂടെ ഉത്തരവാദിത്വമാണ്.